സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ എന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 6 ആയിട്ടാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മുടെ 6 നമ്മൾ കാത്തിരുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇത് മറക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയൺ ഫാം ആണ്. ആൻഡ് നമ്മുടെ ബ്രീഡിങ് ഫാം, ഞാൻ അതിനെപ്പോഴും ബ്രീഡിങ് ഫാം എന്നാണ് പറയുക. ആൻഡ് നമ്മുടെ ട്രേഡിങ് ഹാൾ അത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ബ്രീഡിങ് ഫാം അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഷുഗർ ക്ലൈൻ്റെ ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവത് മാറ്റിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇവൻ കണ്ട മാറ്റിയ അവിടെ അൺബ്രേക്കിംഗ് 3 പക്ഷെ 32 എമറാൾഡ് ബ്രോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പരിപാടി എന്താ വെച്ചാൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടാക്കാനുള്ള ഞാൻ ചെറിയൊരു വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ എനിക്ക് ആ ബ്രീഡിങ് ഫാമൊക്കെ മാത്രം, ബ്രീഡിങ് ഫാമും ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസോഴ്സസൊക്കെ അത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ഹോപ്പർ, ഒരു ബോട്ട്, പിന്നെ 3 ബെഡ്, പിന്നെ ഒരു ലാവ ബക്കറ്റ്, 2 വാട്ടർ ബക്കറ്റ് വേണം. ബട്ട് നമുക്കൊരു വാട്ടർ ബക്കറ്റിൽ തന്നെ 2 വട്ടം എടുത്ത് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ 61 സ്ലാബ് വേണം. പിന്നെ ഇതിൻ്റെ സൈൻ ബോർഡ് വേണം. അത് 3 എണ്ണം അല്ല കേട്ടോ, 9 എണ്ണം വേണം. ഒരെണ്ണം ഇതിൻ്റെയാണ് ഉണ്ടാക്കിയത്. പിന്നെ 40 ബ്ലോക്ക് വേണം, 6 മറ്റേ സ്വിച്ച് വേണം, പിന്നെ ഒരു ജസ്റ്റും 3 ബാരലും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് വലുപ്പത്തിന് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഗേസ്, നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ പണിയൊക്കെ അടക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ കാണാം ഗേസ്. അപ്പോൾ നമ്മുടെ അയൺ ഫാം നമ്മൾ ഫുള്ള് സെറ്റാക്കിയിരിക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, ബട്ട് ഞാൻ പിന്നെ ഒക്കെ ചെയ്തിട്ടാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് നമ്മുടെ അയൺ ഫാം. അപ്പോൾ എന്തൊക്കെ പണിയിൽ വരുത്തിയെന്ന് വെച്ചാൽ ഇത് നോക്ക്, ഇവിടെ ഫുള്ള് കണ്ട ഈ ലീഫാണ്. എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ കണ്ട ആൾ എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ്. ആളുടെ നോക്കാതെ ഞാൻ പെട്ടെന്ന് മണ്ടത്തരത്തിൽ എന്ന് വെച്ചാൽ എത്ര അയങ്കോളം സ്പോണായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്പോൺ ആവണില്ല, ഇവിടെയൊക്കെ സ്പോൺ ആവണം. അപ്പോൾ ഞാനിത് വെച്ചു. പിന്നെ ആ വീഡിയോ ഒന്ന് ബാക്കിയൊന്നും ഇരുന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിലയാൾ ഇങ്ങനെ ഇതാണ് ചെയ്യണത്. എന്ത് നമ്മൾ ഈ ഷവലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യില്ല, ഇതാണ് ചെയ്യണത്. അപ്പം ഞാൻ പിന്നെ എന്തായാലും ചെയ്തു. ഇതിനും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചെയ്താണ് നല്ലുണ്ട്, എന്തായാലും ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാക്കണ്ട ഓക്കെ, ഇത് വർക്കിടാണ്, അത്യാവശ്യം വർക്കിടാണ്. നന്നായിട്ട് എന്നുവെച്ചാൽ എഫിഷ്യൻസിൻ്റെ അല്ല, നല്ല പവറൊന്നുമല്ല. അങ്ങനത്തൊക്കെ നമ്മൾ കാലങ്ങളോട് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൻ്റെ കണ്ട എങ്ങനെ അതിൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ട അങ്ങനെ ഇത് വരും, എന്ത് ലാവ വന്നിട്ട് അയക്ക് ഒലിക്കും. അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കും, ഇവിടേക്ക് ഒരു ബ്ലോക്ക് ഇട്ട് കയറേണ്ടി വരും നമുക്കിത്. അപ്പോൾ ഇവിടേക്ക് ഒരു ബ്ലോക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അയ്യോ സോംബിയോ, ഓക്കെ. ഇവിടെ കണ്ട വില്ലേജസിനെ ഇട്ടിട്ട് ഇവിടെ സ്ലാബ് വെച്ചിട്ട് ഇവിടെ സോംബിനെ ഇരുത്തി. അപ്പോൾ സോംബിക്ക് ആക്രമിക്കാനും പറ്റില്ല, വില്ലേജസിന് സോംബിനെ കാണാനും പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വില്ലേജസിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ സ്ലാബിലുണ്ടാകുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരില്ല, എന്നാലും ഇങ്ങോട്ട് ചിലപ്പോൾ ഒന്ന് ഇങ്ങോട്ട് നീങ്ങി തന്നെ സോംബിക്ക് അടിക്കും. എടാ ഈ ബ്ലോക്ക് വെച്ചതാട്ടാ പ്രശ്നമുണ്ടായി. എടാ തെണ്ടി ഇവിടെ വന്ന് സ്പോണായറാ, ഇങ്ങോട്ട് വേടാ മങ്ങാണ്ടി മോറ. അല്ലേ അവ ഇവിടെ വന്ന് സ്പോണായിക്ക് നോക്ക്, എന്താ തെണ്ടിത്തരല്ലേ കാണിച്ചു. ഇനിയിപ്പോൾ ഇവനെ തട്ടണ്ടേ. അയ്യോ അവ അപ്പോഴേക്ക് അങ്ങോട്ട് പോയി. എടാ അങ്ങോട്ട് വാടാ. ഓക്കെ, വായോ എടാ വാടാ. ഓക്കെ, അവ അങ്ങോട്ട് വരുന്നുണ്ട്. അവ അങ്ങോട്ട് തന്നെ കയറാൻ നോക്കുക. നമുക്ക് മെല്ലെ തട്ടപ്പനെ. അയ്യോ അമ്മേ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് ഉണ്ടാക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഇവനെ തട്ടാം. കേസ് അപ്പോൾ അവനെ തട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആ ബ്ലോക്ക് വെച്ചതിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അയൺ ഫാം സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം അയൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ബ്ലോക്കൊന്നും വെക്കാൻ പാടില്ല, അപ്പോൾ ഒക്കെ മൂഞ്ചും. ഇതൊക്കെ കേസ് ഞാൻ കുറേ പില്ലറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവന്മാരും കുറേ വട്ടം ഇങ്ങനെ പുറത്ത് സ്പോണായി. 2-3 എണ്ണം അങ്ങനെ പുറത്ത് സ്പോണായി. ഇതിൽ തന്നെ പോയി ചാടി പൊട്ടന്മാർ. ആൻഡ് നമുക്കിപ്പോൾ ഉള്ള അയണൊക്കെ ഇതിക്ക് ഞാൻ എറിഞ്ഞുതരാം. ഈ മുക്കിക്കൊക്കെ കണ്ട് എറിയുക. ഓക്കെ, നമ്മൾ മുക്കിക്ക് എറിഞ്ഞാൽ ഓക്കെ, അത് കണ്ട ചുറ്റിട്ട് ഹോപ്പറിൽ പോവും. അപ്പോൾ അങ്ങനെ എറിയണമെന്നില്ല. നമ്മൾ ഇനി ഇത് കൂടെ ഇതെന്താ പെട്ടെന്ന് ഇതാ തോന്നും. ഓക്കെ, ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോയാൽ നമ്മുടെ ജസ്റ്റ് കാണാം. അവിടെ ഞാൻ ഈ ജസ്റ്റ് തുറന്ന കണ്ട അയൻ കൂടണമൊക്കെ ഹോപ്പറിൽ ബാക്കി ഇരിക്കുന്നുണ്ടാവും. കണ്ട, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. നമുക്ക് അയൺ ഫുൾ എടുക്കാം. ഓക്കെ, ഇത്
ഇനി അയൺ ഫുൾ എടുക്കാം. ഞാൻ കണ്ടോ എത്ര നോക്കിയോ ഒരു സ്റ്റാക്ക് 15 എണ്ണ, ഇത് 30 എത്ര വട്ടം ഞാൻ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമുക്ക് മറ്റേ ആൾക്കാരെ സെറ്റാക്കണം. ആര് നമ്മുടെ അതിൻ്റെ പേരെന്താ, മറ്റേ ഈ എമറാൾഡ് കാരണന്മാർ സെറ്റാണ്. അതിനിടയിൽ ഞാൻ മരം മുറിക്കാൻ പോയപ്പോൾ എനിക്ക് ഒരു പെറ്റിനെ കിട്ടിയടാ. ക്യൂട്ട് ഒരു നല്ല പപ്പിക്കുട്ടിയല്ല, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഫുഡ് ഉണ്ടാവും, ഇത് കണ്ട് കൊടുക്കാം. ഇനി പാവണ്ടത് അവിടെ ഇരിക്കല്ലേ. എന്നാൽ പിടിച്ചോ, ഇരുന്നോ. ഓക്കെ, അപ്പോൾ ഇനി വിശപ്പ് അധികം ഇല്ലാണ്ട് കുറച്ച് കഴിച്ചുള്ളൂ. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മറ്റേൻ്റെ പരിപാടി നോക്കാം. ഗേസ്, അപ്പോൾ നമുക്ക് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വുഡ് വേണം. വുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. വുഡെല്ലാം ഇരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിട്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഇവിടെയൊക്കെ കൊണ്ടുവരിക. എവിടേക്ക് നമ്മൾക്ക് അങ്ങോട്ട് പോവുക, നമ്മുടെ ട്രേഡിങ് ഹാളിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ വുഡ് വെച്ചിട്ട് ഫുള്ള് ഓക്കാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ആ സാധനം ഇങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിളിനെ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 അയൺ. ഓക്കെ, സ്മിറ്റിംഗ് ടേബിൾ അതാണ് അതിൻ്റെ പേര്. ഇനി നമുക്ക് 2 സ്മിറ്റിംഗ് ടേബിളിന് ഉണ്ടാക്കാം. ഇവിടെ ഒരു സ്മിറ്റിംഗ് ടേബിളാണ് വയ്ക്കുക. ഓക്കെ, ഇപ്പം എന്താ തരുന്നത്, എമറാൾഡ് കൊടുത്താൽ ഇത് എന്ത് മറ്റേ ശവൽ, ഇത് അതൊക്കെ നമ്മൾ ലോക്കാക്കി അങ്ങനെ ആക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. ഗേസ്, ആകെ 2 എമറാൾഡേ ഉള്ളൂ, ബട്ട് നമുക്ക് കൊടുത്തിട്ട് സെറ്റാക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. ആൻഡ് ഈ മുള വെച്ചത് നല്ല ഭംഗിയുണ്ട് അല്ലേ, നമ്മുടെ ഒരു ബേസ് ഒരു ഭംഗി തന്നിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് കോളുണ്ട്. ഈ കോള് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്താ അമ്മമാരുടെ നിന്ന് കുറച്ച് എമറാൾഡ് വാങ്ങണം. കോള് കൊടുത്ത എമറാൾഡ് കിട്ടും. ഗേസ്, ഞാൻ കുറച്ച് അധികം കോള് പറിച്ചിട്ടുണ്ട്, 38 എണ്ണമൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഞാൻ ഇതിൻ്റെ ഡയമണ്ട് പിക്കാറ്റ്സ് യൂസ് ചെയ്യണമെന്ന് അറിയാത്ത, കാരണം ഇതിനൊന്നും ഹാർട്ടില്ല, അല്ല ഡയമണ്ട് പിക്കാറ്റ്സിന് ഇപ്പം ഇതില്ല, ഹെൽത്ത് ഇല്ല. അപ്പോൾ നമുക്ക് സാറില്ല, എന്തായാലും നമ്മൾ മെൻഡിങ് ഓൺ ബ്രേക്കിംഗ് ഒക്കെ കയറ്റും. ഇനി നമുക്ക് ഇവൻ്റെ നിന്ന് നമുക്ക് ഈ കോള് വെച്ചിട്ട് ഇത് വാങ്ങാം. ഓക്കെ ഗേസ്, അങ്ങനെ ലാസ്റ്റ് നമുക്ക് മെൻഡിങ് കിട്ടിയേക്കാണ്. ബട്ട് 19 നമ്മളറിയാതെ ഒരു അടി അടിച്ചാൽ 19 ആക്കി. ഇവനിൽ ഞാനൊരു സാധനം അറിയാതെ ലോക്കാക്കിയതുകൊണ്ട് വേറെ പ്രശ്നം. ഇതൊക്കെ ഞാൻ പേപ്പർ ഇട്ട് എമറാൾഡ് വന്നുകൊണ്ട് ലോക്കാക്കിയപ്പോൾ ഇനിയിപ്പോൾ പിന്നെ എന്തപ്പം ചെയ്യാന്നറിയാത്ത നമുക്ക് ഇതിനി ഫുള്ള് ഇത് കഴിയണം, എന്നാലൊക്കെ മാറുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പരിപാടിയൊന്നും ഇല്ല, കാരണം നമുക്ക് മെൻഡിങ് ഇനി പിന്നെ ലോക്കാക്കാനായിട്ട് എന്തെങ്കിലും എമറാൾഡ് ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സെറ്റാക്കണം ഗേസ്. അപ്പോൾ അതിൻ്റെ പരിപാടി നമ്മൾ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും അയൺ ഫാമിൽ എന്തൊക്കെ, നമ്മൾ അയൺ ഫാമിൽ ഒന്നും അറിയില്ല എന്തൊക്കെ വന്നോ. അയൺ ഗോളൊക്കെ കുറവായിരിക്കും, കാരണം എടാ അയൺ ഫാം സെറ്റ് ഇട്ടാ എടാ, അത്യാവശ്യം കുഴപ്പമില്ലാറാ. അല്ല അത്ര അല്ല, എന്നാലും എഫിഷ്യൻ്റ് അല്ല. ഒരു സ്റ്റാക്കൊക്കെ കിട്ടിയില്ലേ? അതൊക്കെ ഒരു സ്റ്റാക്ക് എത്രയോ കിട്ടി, അതൊക്കെ മതി. കാരണം നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുക വെച്ചാൽ കുഴപ്പമില്ലല്ലോ, നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമാണ്. ബട്ട് നമുക്ക് തന്നെ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ട്രേഡിംഗ് ഹാളിൻ്റെ ബാക്കി പണി നോക്കാം. അപ്പോൾ ഗേസ്, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ഗുഡ് ബൈ. നിൽക്ക് പോണേക്കാൻ മുന്നേ ഒരു കാര്യം കൂടിയും പറയാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് കൊടുക്കാൻ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല മൂഡൊക്കെ കളിക്കാണ്ട്, സ്കൈ ബ്ലോക്ക് 1 ബ്ലോക്ക് അങ്ങനെ വല്ല കളിക്കാണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളെന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ഗുഡ് ബൈ.